വ്യവസായങ്ങൾക്കും കരകൗശല നിർമ്മാണത്തിനും പേര് കേട്ടിട്ടുള്ള ഹരിയാനയിലെ നൂഹ് ജില്ല. ഇവിടുത്തെ ചെറിയ ഗ്രാമമായിട്ടുള്ള മേവാത് അറിയപ്പെടുന്നതാകട്ടെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള മോഷണങ്ങളുടെ പേരിലുമാണ് ഈ ഒരു ഗ്രാമം അറിയപ്പെടുന്നത്. ഈ മേവാത് ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നുള്ള സംഘമായിട്ടുള്ള മേവാത് ഗ്യാങ് ശരിക്കും പറഞ്ഞാൽ അതൊരു കുറേ കാലമായിട്ട് പോലീസ് സേനകൾക്ക് ഒരു തലവേദനയായിട്ട് മാറിയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് മോഷണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സംഘത്തെ ഇവരെ പൂട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും പോലീസ് വീർപ്പൊഴുക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഹരിയാനയിലെ ഈ ഒരു മേവാത് ഗ്രാമത്തിലെ ഗ്യാങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത് തുടങ്ങിയാൽ തീർക്കണം. അതാണ് മേവാത് ഗ്യാങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കൊള്ളയായാലും കൊലപാതകമായാലും 100% പ്രൊഫഷണൽ സമീപനമാണ് ഈ ഗ്യാങ്ങിനുള്ളത്. രാജസ്ഥാൻ ഹരിയാന അതിർത്തിയിലെ ചില ഗ്രാമങ്ങളിലെ യുവാക്കളും ഈ സംഘത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പോലീസിനെയും സുരക്ഷാ സംവിധാനങ്ങളെയും എല്ലാം തന്നെ വിദഗ്ധമായിട്ട് കബളിപ്പിക്കാൻ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ നേടിയിട്ടുള്ള ബിരുദന്മാരെന്ന് വേണം വിശേഷിപ്പിക്കാൻ. മാത്രമല്ല ഈ സാങ്കേതിക വിദ്യകളും കൈക്കരുത്തും ഒക്കെ തന്നെ ഒരുപോലെ പ്രയോഗിക്കുമെന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഇവരുടെ ഒരു ഗ്യാങ്ങിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവരുടെ ഗ്യാങ്ങിൽ എഞ്ചിനീയർമാർ മുതൽ ബോഡി ബിൽഡർമാരെ വരെ ഈ സംഘത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം പേരും യുവാക്കളാണ് ഉള്ളത് എന്നുള്ളതാണ്. കാണുന്ന ഇടത്തൊക്കെ കയറിയിട്ട് മോഷണം നടത്തുന്ന ഒരു രീതിയൊന്നും ഇവർക്കില്ല. ഇവരുടെ പ്രത്യേകത എന്താണെന്നാലും മോഷണത്തിന്റെ പാഠശാല തന്നെ ഇവരുടെ സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഈ പറയുന്ന മേവാത് എന്ന് പറയുന്ന ഗ്രാമത്തില് ഈ മോഷണത്തിന് വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ് വരെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത്തരം ട്യൂഷൻ ക്ലാസ്സുകളിൽ ഇവർക്ക് കൊടുക്കുന്ന ഒരു ട്യൂഷൻ എന്തെന്നാൽ അതായത് സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതേപോലെ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള ഒരു പരിശീലനമാണ് ഇവർക്ക് ആദ്യം കൊടുക്കുന്നത്. അതുപോരാഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ തൃശ്ശൂരിലുണ്ടായിട്ടുള്ള ഒരു സംഘം ATM മെഷീനിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്നുള്ള ഒരു ഇത് വന്നില്ലേ, ആ ഗ്യാങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇവര് ATMകൾ മാത്രം ലക്ഷ്യമിടുന്നവരാണ്. അങ്ങനത്തെ ഒരു സംഘമാണ് നമ്മുടെ തൃശ്ശൂർ എത്തിയത്. പല പല സംഘങ്ങളുണ്ട് ഈ മേവാത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. പക്ഷെ ഈ നമ്മുടെ തൃശ്ശൂർ എത്തിയിരിക്കുന്നത് ATMകൾ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ആളുകളാണ്. ഇവര് പഴയ ATM മെഷീനുകൾ കൊണ്ടുവന്നിട്ട് അതിലാണ് ഇവര് പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ അതിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇവര് വളരെ പ്രായോഗികമായിട്ടുള്ള രീതിയിൽ ഈ ATM മെഷീനിൽ നിന്ന് മോഷണം നടത്തുന്നത്. അതുപോലെ തന്നെ എത്ര സുരക്ഷിതമായിട്ടുള്ള ATMകളിൽ നിന്നും വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പണവുമായിട്ട് കടക്കാൻ ഇവരെ സഹായിക്കുന്നതും ഇവരുടെ ഈ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള മികവ് തന്നെയാണ്. ഇവരുടെ സംഘങ്ങളിൽ മിനിമം 10 പേരടങ്ങുന്നതാണ് ഓരോ സംഘവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. വ്യവസായ മേഖലകൾ ധാരാളമുള്ള മേവതിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് ചരക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരക്ക് എത്തിക്കുന്ന കണ്ടെയ്നറുകളിലാണ് ഇവരുടെ മോഷണ മുതലുകളെല്ലാം തന്നെ കടത്തുന്നത്. അതിനുവേണ്ടി ഒത്തിരി കണ്ടെയ്നറുകൾ ദക്ഷിണേന്ത്യയിലേക്ക് എത്താറുമുണ്ട്. ഇതിൽ തന്നെ പല സംഘങ്ങളായിട്ട് പിരിയുന്ന ഇവര് പിന്നീട് മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുമെന്നുള്ളതാണ്. പലപ്പോഴും മോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് തട്ടിയെടുത്തിട്ടുള്ള കാറുകൾ മാത്രമായിരിക്കും. തൃശ്ശൂരിൽ ATM മോഷണത്തിനായിട്ട് ഉപയോഗിച്ചതും ഒരു മോഷ്ടിച്ച കാറാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ തട്ടിയെടുത്തിട്ടുള്ള വാഹനങ്ങൾ കണ്ടെയ്നറുകളിൽ കയറ്റിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിച്ചതിന് ശേഷം പോലീസിനെ വെട്ടിക്കുന്നത് തന്നെ ആ ഒരു രീതിയിലാണ്. അതിനുശേഷം പിന്നീട് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ചാകും ഇവരുടെ യാത്ര എന്ന് പറയുന്നത്. മോഷണത്തിന്റെ ഒരു വ്യാപ്തി അനുസരിച്ചിട്ട് ഇവര് ദിവസങ്ങൾ മുതൽ മാസങ്ങളോളം നീണ്ട ഒരു ആസൂത്രണമാകും ആദ്യ നടപടി എന്ന് പറയുന്ന ഒരു മോഷണത്തിനായിട്ട് ഇവർ സ്വീകരിക്കുന്ന ആദ്യ പടി എന്ന് പറയുന്നത്. മാത്രമല്ല പിടിക്കപ്പെടാമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ പഴുതുകളെല്ലാം ആദ്യം തന്നെ അടയ്ക്കുമെന്നുള്ളതാണ്. പിടിക്കപ്പെടുമെന്ന് തോന്നുന്ന സകല സാഹചര്യങ്ങളുടെ പഴുതുകളും അവർ അടച്ചതിന് ശേഷമാണ് ഇത്തരം ഓപ്പറേഷൻസിലൊക്കെ അവർ ഏർപ്പെടുന്നത്. അത്തരം പിടിക്കപ്പെടുമെന്നുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ പോലീസിന്റെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും ഒക്കെ തന്നെ സാന്നിധ്യം, അത് നിരീക്ഷണ ക്യാമറകൾ എന്നിവയൊക്കെ തന്നെ ഇവർ മോഷ്ടിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വളരെ വിദഗ്ധമായിട്ട് അതൊക്കെ ഡെഡാക്കുന്ന ഒരു സംവിധാനവും ഇവർക്കറിയാം. അതൊക്കെയാണ് ഇവർ ആദ്യം ഒരു സ്ഥലത്ത് മോഷണത്തിന് ഇറങ്ങുമ്പോൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ. മാത്രമല്ല തോക്കുകൾ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഇവരുടെ പക്കൽ ഉണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്.
പിന്നെ മോഷണത്തിന് ശേഷം വാഹനവും അതേപോലെ തന്നെ പണവും ഒക്കെ തന്നെ ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെയ്നറിലേക്ക് മാറ്റും. കണ്ടെയ്നറിലേക്ക് മാറ്റിയതിനു ശേഷം സംസ്ഥാന അതിർത്തികൾ കടന്നതിന് ശേഷം മാത്രമാണ്, എന്നിട്ട് അതിന് ശേഷം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയ ശേഷമാണ് ഇവര് കണ്ടെയ്നറിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള വാഹനം തന്നെ മാറ്റുന്നത്. ഇവര് മോഷ്ടിക്കാനായിട്ട് ചെല്ലുന്ന സ്ഥലത്തെ ATM മെഷീനുകൾ എത്ര സ്ട്രോങ് ആണെങ്കിലും അതെല്ലാം തന്നെ തകർക്കാൻ പരിശീലനം നേടിയിട്ടുള്ള ഒരു മേവാത് ഗാങ്ങിന്റെ ATM സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മുടെ ഈ പറഞ്ഞ തൃശ്ശൂരിൽ എത്തിയത് തന്നെ. നമ്മൾ ആലോചിക്കണം, അതായത് പോലീസിന്റെയൊക്കെ സുരക്ഷാ സംവിധാനത്തെ എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു ഓപ്പറേഷനുകൾ എന്നുള്ളതാണ്. പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തെ വെല്ലുവിളിച്ച് ഇവര് ഓപ്പറേഷനുകൾ ചെയ്യുന്നതിൽ അത്രത്തോളം ഇവര് പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ കുറിച്ചിട്ട് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, അതായത് ATMകളും സ്ട്രോങ് ആയിട്ടുള്ള റൂമുകളും ഒക്കെ തന്നെ ഇതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് തകർത്ത് പരിശീലിച്ചിട്ടുള്ള, അതിൽ വളരെയധികം വിദഗ്ധത അല്ലെങ്കിൽ വൈവിധ്യം നേടിയിട്ടുള്ള ആളുകളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ മാതൃകയിൽ തന്നെ ATMകൾ തകർത്ത കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പോലീസ് ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട്, ഇവരുടെ ഈ ഒരു കേസും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലും ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്തും ഇവര് ATM കവർച്ച നടത്തിയിരുന്നു എന്നുള്ളത് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഇവരെ ആദ്യം പിടിച്ചത് ഈ പറഞ്ഞ തമിഴ്നാട്ടിലെ പോലീസാണ്. അപ്പൊ തമിഴ്നാട് പോലീസ് അന്നൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അതായത് ഇവരുടെ പിന്നില് ഇതിലും വലിയൊരു ഗ്യാങ് ഉണ്ടോ എന്നുള്ളത്, എന്ന് വെച്ചാൽ ഒരു മാഫിയ പോലെ ഉള്ള ഒരു വമ്പൻ ടീം തന്നെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ചിലപ്പം ഒരു വലിയ സംഘത്തെ തന്നെ നമുക്ക് കണ്ടെത്താനാകുമെന്നാണ് ഒരു വിശ്വാസം.